ജോണിയേട്ടാ, ഇതെന്താ ഈ കയ്യിലിരിക്കണേ? ഇതാണ് മുള്ളാത്ത എന്ന് പറയും. ഇത് സാധാരണ പഴുത്തു കഴിഞ്ഞ് ഭക്ഷ്യയോഗ്യമായ സാധനമാണ്. ഇത് ഭക്ഷ്യയോഗ്യമായ സാധനമാണല്ലേ? അതെ, പഴുത്തു കഴിഞ്ഞാൽ. പഴുത്താല് പച്ചയ്ക്ക് കറി വെക്കാൻ നല്ലതാണ്. കറി വെച്ച് കൂട്ടാം. പച്ചയ്ക്ക് വെഞ്ചായിരിക്കുമ്പോൾ വറുത്തക്ക കറി വെക്കുന്ന പോലെ വറുത്തരച്ച് കറി വയ്ക്കാൻ നല്ലതാണ്. കടച്ചക്ക പോലെ നമുക്ക് കറി വെക്കാം അല്ലേ? ഇത് ക്യാൻസറിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്യാൻസർ വന്നിട്ട് രോഗം ഭേദമായതായിട്ട് എനിക്ക് അറിവില്ല. ഇല്ല, രോഗം വരാതിരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ക്യാൻസർ രോഗികൾ ഇത് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. രോഗം വന്നതിന് ശേഷം കഴിച്ചിട്ട് കാര്യമില്ലേ? ഇത് കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും, ക്യാൻസർ വരാതിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു ഏകദേശം എത്ര കിലോ ആണ്? ഇത് 2 കിലോ. 2 കിലോ ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് തൂക്കി നോക്കാം. 2 കിലോയ്ക്ക് ഇച്ചിരി കുറവുള്ളൂ. അത് പച്ചയാണല്ലേ? ഇത് പച്ചയാണ്. ഇത് കറി വെക്കാനല്ലേ വരത്തുള്ളൂ? ഇത് കറി വെക്കാനും ഇത് പഴിപ്പിക്കാറായതാ. ഇരുന്ന് പഴുത്തോളും. തന്നെ പഴുത്തോളും. അപ്പോൾ ഒരു സാധാരണ ഈ മുള്ളാത്ത എത്ര കിലോ വരെ വരാൻ സാധ്യതയുണ്ട്? ഈ 2 കിലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാ. മാക്സിമം 2 കിലോ. മാക്സിമം 2 കിലോ ടോപ്പ്. അപ്പോൾ എപ്പം വന്നാലും ഈ മുള്ളാത്ത നമ്മുടെ കടയിലുണ്ട്. മിക്കവാറും ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മുള്ളാത്തയുടെ സീസണാണ്. ആണല്ലേ? കർഷകർ കൊണ്ടുവന്ന് തരുന്നതാ ഈ സാധനം. കർഷകർ കൊണ്ടുവന്ന് തരുന്നത്.